അമ്മേ അമ്മേ എന്റെ അമ്മ ഇത് ഏത് ലോകത്താ? നിനക്കെന്താ സത്യ? സമാധാനായിട്ടൊന്ന് പത്രം വായിക്കാൻ പോലും സമ്മതിക്കില്ലേ? ആഹാ, ഇപ്പൊ ഇങ്ങനെയാണോ പത്രം വായിക്കുന്നത്? അമ്മയുടെ ബോധം പോകാനും മാത്രം ഷോക്കിംഗ് ന്യൂസ് എന്താ അതിലുള്ളത്? നീ എന്തൊക്കെ പറയുന്നേ? രാവിലെ തന്നെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കാതെ പോവാൻ നോക്ക്. അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് ഇപ്പൊ എന്തിലാ ദേഷ്യം ഇല്ലാത്തത്? ആ പത്രം തന്നെ ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ വായിച്ചു കഴിഞ്ഞില്ല സത്യ. അമ്മയ്ക്കൊരിടത്തും പോകാനൊന്നുമില്ലല്ലോ, അതുകൊണ്ട് സാവകാശം വായിച്ചാ മതി. എനിക്ക് ജോലിക്ക് പോകാനുള്ളതാ. ഓ, അപ്പൊ ഞാൻ പണം കൊടുക്കാത്തത് കൊണ്ട് പത്രം പോലും വായിക്കേണ്ടതാണോ നീ പറഞ്ഞു വരുന്നത്? എന്റെ പൊന്നമ്മേ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ അമ്മയ്ക്ക് മാത്രമേ സാധിക്കൂ. അമ്മയെ കൂടുതൽ കഥയൊന്നും ഉണ്ടാക്കണ്ട. ആ പത്രം തന്നെ നോക്കട്ടെ. അമ്മേ, ദേ ഇത് അയാളല്ലേ അമ്മേ? ആര്? അമ്മ അന്ന് ഭ്രാന്തൻ എന്ന് പറഞ്ഞ ആളല്ലേ ഇത്? എനിക്കറിയില്ല. അതെന്താ അമ്മയ്ക്ക് ഇത്ര മറവി? ഇതാ നോക്ക്, ഫോട്ടോ കണ്ടില്ലേ? നിനക്ക് എന്താ സത്യ? എന്താ രണ്ടുപേരും കൂടി രാവിലെ തന്നെ ഒരു ചർച്ച? സോനെ, നീ ഇത് കണ്ടോ? നമ്മള് ഭ്രാന്തൻ എന്ന് പറഞ്ഞ് ഓടിച്ചുവിട്ടിയ ആളുടെ ഫോട്ടോ ദേ പത്രത്തില്. അയാളുടെ? ആ നോക്ക്, അയാളുടെ ബന്ധുവാണെന്ന് അവകാശപ്പെട്ട് ആരോ വന്ന് കള്ളത്തരം കാണിച്ചെന്നോ അയാളെ പോലീസ് പിടിച്ചെന്നും ഇപ്പൊ യഥാർത്ഥ അവകാശികളെ ഏൽപ്പിച്ചെന്നും ഒക്കെ ഇതിലുണ്ടല്ലോ. അപ്പൊ അയാൾ ഭ്രാന്തനായിരുന്നില്ലേ? പത്രത്തിൽ വന്ന ന്യൂസ് വെച്ച് നോക്കുമ്പോ അങ്ങനെ ആവാൻ സാധ്യതയില്ല. എനിക്ക് തോന്നുന്നത് അന്ന് അയാൾ ഇവിടെ സഹായം തേടി വന്നതാവും. പിന്നെ വഴിയെ പോകുന്നവരെല്ലാം സഹായിക്കാൻ ഇത് ധർമ്മസ്ഥാപനമൊന്നുമല്ല. മാറി നിൽക്കാൻ കൂട്ട്. അമ്മേ, അമ്മ ഈ പറയുന്നൊന്നും ശരിയല്ല. അമ്മയുടെ വാക്ക് കേട്ടാ ഞങ്ങളന്ന് അയാളെ ഓടിച്ചത്. ആ അതെ, അയാളൊരു നല്ല മനുഷ്യനാവാനാ സാധ്യത. അയാള് നല്ല മനുഷ്യനൊന്നും അല്ല. അതെന്താ? അമ്മയ്ക്ക് ആ മനുഷ്യനെ പരിചയമുണ്ടോ? അല്ല, അത്രയ്ക്ക് ഉറപ്പിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അതെ, ഒരാളെ കാണുമ്പോ അയാൾക്ക് സ്വബോധം ഉണ്ടെന്നറിയാൻ മുൻപരിചയത്തിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് ഉറപ്പാ അയാള് ഭ്രാന്തൻ തന്നെയാ. സ്വബോധം ഇല്ലാത്തോണ്ടു കൂടിയാ ഇങ്ങനൊരു വാർത്ത പത്രത്തിൽ കൊടുത്തിരിക്കുന്നേ, അല്ലാതൊന്നുമല്ല. സത്യേട്ടാ, അമ്മയ്ക്ക് അയാളോട് എന്തോ ദേഷ്യമുള്ളത് പോലെയാണല്ലോ പെരുമാറുന്നത്. നമ്മുടെ അമ്മയ്ക്ക് ആരോടാ ദേഷ്യം ഇല്ലാത്തത്? ആ അത് ശരിയാ. അമ്മയുടെ കണ്ണിൽ പെർഫെക്റ്റ് ആയിട്ടുള്ളത് അമ്മ മാത്രം. ആ ഏതായാലും നമുക്ക് ഈ ന്യൂസ് നേട്ടനെ കാണിക്കണം. ആ മനുഷ്യൻ നമ്മളെ ചുറ്റിപ്പറ്റി നടക്കുന്നതിന് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോന്ന് അറിയണമല്ലോ. അതെ, നമുക്കിപ്പൊ തന്നെ കാണിക്കാം. നമ്മളെവിടെ പോവാ? ഇന്ദ്രേട്ടാ, ഏട്ടനും ഏട്ടത്തെ എങ്ങോട്ടെങ്കിലും പോവാൻ ഇറങ്ങിയതാണോ? ആ, ഞങ്ങൾക്ക് അമ്പലത്തിലൊന്ന് പോണം. പിന്നെ മോന് ഭാഗം കൂടെയൊക്കെ വാങ്ങിക്കണം. 2 ദിവസം കഴിഞ്ഞാൽ സ്കൂൾ തുറക്കല്ലേ. ഇന്ദ്രേട്ടാ, പത്രത്തിലൊരു ന്യൂസ് കണ്ടു. ആ കാര്യം പറയാനാ ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നത്. എന്ത് ന്യൂസ്? അന്ന് നമ്മൾ ടൂറ് പോയപ്പോഴേ കുഞ്ഞിനെടുക്കാമെന്ന ആളില്ലേ, അയാൾ ഇവിടെയും വന്നിരുന്നല്ലോ. ഇപ്പതേ അയാളുടെ പടവും ന്യൂസും പത്രത്തിലുണ്ട്. അല്ല, പത്രത്തിലോ? അതെ ഏട്ടത്തി, അയാള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അയാളുടെ ബന്ധുക്കളെ അന്വേഷിച്ചുള്ള വാർത്തയും വന്നിരുന്നു. ആരോ വേഷം മാറി വന്ന് അയാളെ കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചെന്നും പോലീസ് ഇടപെട്ട് അയാളെ യഥാർത്ഥ ബന്ധുക്കളെ ഏൽപ്പിച്ചെന്നുമാണ് ന്യൂസ്. ഞാൻ ഈ വാർത്ത കണ്ടിരുന്നു. ഏതായാലും അയാൾ എത്തേണ്ട കേകളിൽ തന്നെ എത്തിയല്ലോ. അതെ, നമ്മളതിനൊരു കാരണക്കാരായിന്ന് കരുതിയാ മതി.
അനുചേച്ചി പറഞ്ഞത് ശരിയാണ്. അയാളെ നമ്മൾ ഇവിടെ നിന്ന് ഇറക്കി വിട്ടതും ആക്സിഡന്റ് സംഭവിച്ചതൊക്കെ ഇതിനുവേണ്ടി തന്നെ ആയിരിക്കണം.